ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ വിലയറിയാത്തവർ ഒരു കാലത്തും പ്രാർത്ഥിക്കാറില്ല. പ്രാർത്ഥനയുടെ വിലയറിയുന്നവർ എക്കാലത്തും പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ വില അറിയുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ നിലവിളി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കും. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നൊരു ദൈവവൈതലിന് ദൈവത്തിൽ നിന്നുള്ള 2 പ്രത്യേകതകളാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ നോട്ടമുണ്ട്. 2, നിലവിളിക്കുന്നവന്റെ നിലവിളിക്ക് ദൈവത്തിന്റെ കാത് തുറന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയുള്ള ഒന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ വലിയ പാടാണ്. പ്രാർത്ഥന എന്താന്ന് പഠിപ്പിക്കാൻ എളുപ്പമാണ്. പ്രാർത്ഥിക്കണമെന്ന് മറ്റുള്ളവരോട് പറയാൻ എളുപ്പമാണ്. പക്ഷെ പ്രാർത്ഥിക്കാൻ ഭയങ്കര പ്രയാസമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുക, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തരുത്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വരും, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും. ടൂറ് പോകാൻ മുടക്കം വരത്തില്ല, കല്യാണത്തിന് പോകാൻ മുടക്കം വരത്തില്ല, പക്ഷെ പ്രാർത്ഥനയ്ക്ക് പോകാൻ മുടക്കം വരും. അതിന്റെ കാരണം എന്താ? നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതം അത്ഭുതമാകും. പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ കണ്ണുണ്ട്. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവത്തിന്റെ കാത് തുറന്നിരിക്കുക. നിന്റെ പ്രാർത്ഥനയെ പുച്ഛിക്കുന്നവര് കാണാം, അപമാനിക്കുന്നവര് കാണാം, പക്ഷെ നീ പ്രയർ നിർത്തരുത്. താൻ പാർത്ത വീട് ഹന്നായിക്ക് പ്രതികൂലമാണ്. ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ പെനീന കളിയാക്കും. എന്നാ വീട്ടിൽ പ്രാർത്ഥിക്കേണ്ട, പള്ളി ചെന്ന് പ്രാർത്ഥിക്കാന്ന് വെച്ച് പള്ളി പ്രാർത്ഥിക്കാൻ പോയപ്പോ ഹന്നായുടെ പ്രാർത്ഥനയെ ഏലി കളിയാക്കുക. എന്നാൽ നമ്മളെ ചരിത്രം പഠിക്കുമ്പോൾ പെനീന കളിയാക്കിയിട്ടും ഏലി കളിയാക്കിയിട്ടും പ്രാർത്ഥന നിർത്താത്ത ഹന്ന പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവിടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ കണ്ണവിടെ മേലുണ്ട്. ദൈവത്തിന്റെ കാത് അവൾക്ക് വേണ്ടി തുറന്നിരുന്നു. അടുത്ത ദിവസങ്ങളിൽ കളിയാക്കിയ പെനീനയുടെയും കളിയാക്കിയ ഏലി പുരോഹിതന്റെ മുമ്പിൽ ഹന്ന കരങ്ങളിൽ മറുപടി പ്രാപിച്ചു. ഈ ദിവസങ്ങളിൽ ആരെങ്കിലും ഒക്കെ മടുപ്പിച്ചാൽ മടുക്കരുത്. പ്രാർത്ഥന തുടരണം. പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ നോട്ടമുണ്ടെന്നും, ഓ ജീസസ്, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവത്തിന്റെ കാതുകൾ തുറന്നിരിക്കുന്നെന്നും കേട്ടല്ലോ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ കൊടുക്കണം. നിന്റെ നാമം ചൊല്ലി അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ കണ്ണ് പ്രാർത്ഥിക്കുന്നവന്റെ മേലുണ്ടെന്നും ദൈവത്തിന്റെ കാതുകൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി തുറന്നിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം പ്രവർത്തിക്കും. ഗോഡ് ബ്ലസ് യു.